ഇപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് കേരളത്തെ അറിയിക്കുന്നത് കോറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടൽ കേരള പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ച ആശങ്കകൾ, വളരെ ചെറുപ്പക്കാരുടെ ഇടയിലുണ്ടായ നിരാശ, അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ആ വിഷയം ഉണ്ടായ ഉടൻ തന്നെ ആ കമ്പനി സ്ഥിതി ചെയ്യുന്ന ഇതിൻ്റെ കോറോ ഹെൽത്തിൻ്റെ കൊച്ചി സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ MLA കൂടിയായ ശ്രീമതി ഉമാ തോമസ് അവർ അവിടെ എത്തി. അതോടൊപ്പം ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സ് ഒരു സമയനീക്കം കൂടാതെ അവിടെ എത്തി ചർച്ചകൾ ആരംഭിച്ചു. എറണാകുളം MP ശ്രീ ഹൈബി ഈഡന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ കേരളത്തിലെ ട്രേഡ് യൂണിയൻസ് അടക്കം മുഴുവൻ എല്ലാവരും, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ നമ്മുടെ കുട്ടികൾക്ക്, അവിടെ നിന്ന് പിരിച്ചുവിടപ്പെട്ട കുട്ടികൾക്കുണ്ടായി. മാധ്യമങ്ങൾ നൽകിയ പ്രാധാന്യം, അത് സജീവ ഇഷ്യൂ ആക്കി നിർത്തുന്ന നൽകിയ പ്രാധാന്യം എല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് കേരള ഇത് അറിഞ്ഞ് ഈ വിവരം എന്നെ ആദ്യം അറിയിക്കും, മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അറിയുന്നത് പ്രിയപ്പെട്ട MLA ഉമ്മച്ചേച്ചി വിളിച്ച് അറിയിച്ചപ്പോഴാണ്. അപ്പോൾ തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഓരോ നിമിഷവും ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഓഫീസർമാരെല്ലാം കൃത്യമായി, സ്പെഷ്യൽ സെക്രട്ടറിയും അതുപോലെ ലേബർ കമ്മീഷണറും അടക്കമുള്ള എല്ലാ കേരളത്തിലെ തൊഴിൽ വകുപ്പിന്റെ എല്ലാ ഉദ്യോഗസ്ഥരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി കമ്പനിയുമായി, കമ്പനി അധികാരികളുമായി, ജനപ്രതിനിധികളുമായും, ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും എല്ലാവരും, നമ്മുടെ പിരിച്ചുവിടപ്പെട്ട സഹോദരങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ആദ്യം ലേബർ കമ്മീഷൻ കോറോ ഹെൽത്ത് കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ബിന്ദു കൃഷ്ണ.